ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ആദ്യമായിട്ട് 200 കോടി കളക്ഷൻ കാണിച്ചു തന്ന സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. സിനിമയുടെ 200 കോടി നേട്ടത്തോടെ നമ്മുടെ മോളിവുഡ് സിനിമ ഇൻഡസ്ട്രി നേടിയെടുത്ത പലവിധ നേട്ടങ്ങളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മോളിവുഡിന്റെ ആദ്യ 50, 100, 150, 200 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമകൾ, ഏറ്റവും അവസാനത്തെ ടോപ്പ് 5 കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത ടോപ്പ് ഗ്രോസേഴ്സ് എന്ന് പറയാവുന്ന സിനിമകൾ, കൂടാതെ മറ്റ് ഇൻഡസ്ട്രികൾ ഏതെല്ലാം വർഷത്തിൽ ഏതെല്ലാം സിനിമകളിലൂടെയാണ് 200 കോടി കളക്ഷൻ നേടിയെടുത്തത് തുടങ്ങിയ റിപ്പോർട്ടുകളെല്ലാം തന്നെയാണ് വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മോളിവുഡിന് ആദ്യ 50 കോടി കാണിച്ചു തന്നത് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനാണ്. ദൃശ്യം എന്ന സിനിമയിലൂടെ 2013 വർഷമായിരുന്നു അത്. തുടർന്ന് മലയാളത്തിന് ആദ്യത്തെ 100 കോടി കളക്ഷനും കാണിച്ചു തന്നത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. പുലിമുരുകൻ എന്ന സിനിമയിലൂടെയാണത്. 2016 പുലിമുരുകൻ റിലീസ് ചെയ്തത്. 150 കോടി കളക്ഷൻ ആദ്യമായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രി കണ്ടത് കഴിഞ്ഞ വർഷമായിരുന്നു. 2023 എന്ന വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ 2018 എന്ന സിനിമയിലൂടെയായിരുന്നു അത്. ഇപ്പോഴത്തെ ആദ്യ 200 കോടി കളക്ഷനും നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി 2024 വർഷം കണ്ടിരിക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലൂടെയാണ് മോളിവുഡ് ഇൻഡസ്ട്രി ആദ്യമായിട്ട് 200 കോടി കളക്ഷൻ കണ്ടിരിക്കുന്നത്. ഇനി 250 കോടി മഞ്ഞുമൽ ബോയ്സ് നേടിയെടുക്കുമോ, അതല്ലെങ്കിൽ ഈ വർഷം തന്നെ മറ്റേതെങ്കിലും സിനിമ നേടിയെടുക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ഇനി ഏറ്റവും അവസാനം വേൾഡ് വൈഡ് കളക്ഷനിലെ ടോപ്പ് ഗ്രോസേഴ്സ് ആയിട്ട് പിറന്ന അവസാനത്തെ 5 സിനിമകളിലേക്ക് വരികയാണെങ്കിൽ, ലാലേട്ടിന്റെ ദൃശ്യം എന്ന 2013 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 65 കോടി കളക്ഷൻ ആയിരുന്നു അന്ന് നേടിയെടുത്തത്. തുടർന്ന് പ്രേമം എന്ന സിനിമയായിരുന്നു ദൃശ്യത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ മറികടന്നത്. 2015 തിയേറ്ററുകളിലേക്ക് എത്തിയ നിവിൻ പോളി നായകനെ എത്തിയ സിനിമ 74 കോടിയായിരുന്നു ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തത്. പ്രേമത്തിന്റെ കളക്ഷനും വെറും ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ലാലേട്ടൻ മറികടക്കുകയുണ്ടായി. അത് പുലിമുരുകൻ എന്ന സിനിമയിലൂടെയായിരുന്നു. 2016 തിയേറ്ററുകളിലേക്ക് എത്തിയ പുലിമുരുകൻ 144 കോടിയായിരുന്നു വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആയിട്ട് നേടിയെടുത്തത്. 2016 തിയേറ്ററുകളിലേക്ക് എത്തിയ പുലിമുരുകന്റെ വേൾഡ് വൈഡ് കളക്ഷൻ മറികടക്കാനായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് 2023 വരെ കാത്തിരിക്കേണ്ടി വന്നു. 2018 എന്ന കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 175 കോടി വേൾഡ് വൈഡ് കളക്ഷനാണ് നേടിയെടുത്തത്. ഇപ്പോഴത്തെ 2018 വേൾഡ് വൈഡ് കളക്ഷൻ വെറും ഒരു വർഷത്തെ ആയുസ് പോലും മഞ്ഞുമൽ ബോയ്സ് നൽകിയില്ല. ഇപ്പോഴത്തെ 200 കോടിയും കടന്ന് 210 കോടി കളക്ഷൻ കടക്കാനായിട്ട് ഒരുങ്ങുകയാണ് മഞ്ഞുമൽ ബോയ്സ്. സൗത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും അവസാനം വൈകി 200 കോടി കളക്ഷൻ കടക്കുന്ന ഇൻഡസ്ട്രിയായിട്ട് മോളിവുഡ് സിനിമ ഇൻഡസ്ട്രി മഞ്ഞുമൽ ബോയ്സിലൂടെ മാറിയിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഇൻഡസ്ട്രികൾ അടങ്ങുന്ന സൗത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രികളിൽ ആദ്യത്തെ 200 കോടി കളക്ഷൻ കണ്ടത് തമിഴ് സിനിമ ഇൻഡസ്ട്രി ആയിരുന്നു. 2010 ശങ്കർ സംവിധാനം ചെയ്ത, രജനീകാന്ത് നായകനെത്തിയ ഏന്ദ്രൻ എന്ന സിനിമയിലൂടെയായിരുന്നു അത്. പിന്നീട് തെലുഗു സിനിമ ഇൻഡസ്ട്രി ആയിരുന്നു 200 കോടി കളക്ഷൻ കണ്ടത്. അത് ബാഹുബലി ആദ്യ ഭാഗത്തിലൂടെയായിരുന്നു. 2015 പ്രഭാസ് നായകനെത്തിയ രാജമൗലി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. തെലുഗു സിനിമ ഇൻഡസ്ട്രിക്ക് ശേഷമാണ് കന്നഡ സിനിമ ഇൻഡസ്ട്രി സാൻഡൽവുഡ് 200 കോടി കളക്ഷൻ കണ്ടത്. അത് KGF ചാപ്റ്റർ 1 എന്ന സിനിമയിലൂടെയായിരുന്നു. യാഷ് നായകനെത്തിയ, പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത സിനിമ 2018 തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഏറ്റവും അവസാനം ഈ 2024 വർഷമാണ് മോളിവുഡ് സിനിമ ഇൻഡസ്ട്രി മഞ്ഞുമൽ ബോയ്സ് എന്ന ചിദംബരം സംവിധാനം ചെയ്ത സിനിമയിലൂടെ 200 കോടി കളക്ഷൻ കണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ കോവിഡ് ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മുന്നേ മലയാള സിനിമ ഇൻഡസ്ട്രി 200 കോടി കടക്കുമായിരുന്നു. 200 കോടി വരെ എത്തിയ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ അടുത്ത ലക്ഷ്യം അടുത്ത കോടി ക്ലബുകളിലേക്ക് എത്തുക എന്ന് തന്നെയാണ്. നിലവിൽ സൗത്തിൽ 1000 കോടി കടന്ന 2 ഇൻഡസ്ട്രികൾ ഇതിനോടകം തന്നെ പിറന്നു കഴിഞ്ഞിരിക്കുകയാണ്. തമിഴ് സിനിമ ഇൻഡസ്ട്രിയും വൈകാതെ തന്നെ 1000 കോടിയിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ അത്യാഗ്രഹമാണെങ്കിൽ പോലും 500 കോടിയിലേക്കും 1000 കോടിയിലേക്കെല്ലാം തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിക്കും ഭാവിയിൽ എത്തപ്പെടാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാത്തിരിക്കാം ഇതുപോലുള്ള കൂടുതൽ ബോക്സ് ഓഫീസ് നേട്ടങ്ങൾ കേട്ട്.